വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്. ലോകമെമ്പാടുമുള്ള മലയാളികൾ വിഷു ആഘോഷിച്ചു. പ്രകൃതിയിലെങ്ങും സമൃദ്ധിയുടെ പ്രതീക്ഷകൾ നിറയുന്ന കാലത്തെ ഓർമ്മിപ്പിച്ചാണ് ലോകമെങ്ങുമുള്ള മലയാളികൾ വിഷു ആഘോഷിച്ചത്. പടക്കം പൊട്ടിച്ചും ബന്ധുവീടുകളിലുമൊക്കെ സൗഹൃദ സന്ദർശനം നടത്തിയായിരുന്നു വിഷു ആഘോഷം. മലയാളികളുടെ പ്രധാന വിളവെടുപ്പുത്സവമാണ് വിഷു. സൂര്യൻ മേടം രാശിയിലേക്ക് സംക്രമിക്കുന്ന ദിവസമാണ് വിഷു ആഘോഷിക്കുന്നത്. നരകാസുരവധം, രാവണനെ രാമൻ വധിച്ച ശേഷം സൂര്യൻ നേരെ ഉദിച്ച ദിവസം, കാർഷിക കാലത്തിന്റെ തുടക്കം അല്ലെങ്കിൽ വസന്തകാലാരംഭം എന്നിവയുമായി ബന്ധപ്പെട്ടാണ് വിഷുവിന്റെ ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നത്. തിന്മയ്ക്കുമേൽ നന്മയുടെ വിജയം, കാർഷിക സമൃദ്ധി, ഐശ്വര്യം എന്നിവയാണ് ഈ ഉത്സവം സൂചിപ്പിക്കുന്നത്. പുതിയൊരു കാലത്തെ പ്രതീക്ഷയോടെ നോക്കാനും നന്മയെ സ്നേഹിക്കാൻ പഠിപ്പിക്കുവാനും പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങാനും കുടുംബ ബന്ധങ്ങൾ ആത്മീയതയുടെയും ആഘോഷത്തിന്റെയും അകമ്പടിയോടെ ഊട്ടിയുറപ്പിക്കാനുമാകട്ടെ വിഷു ആഘോഷങ്ങൾ എന്ന് ആശംസിക്കാം. പ്രകൃതിയിലെങ്ങും സമൃദ്ധിയുടെ പ്രതീക്ഷകൾ നിറയുന്ന കാലത്താണ് വിഷു വിരുന്നായി വരുന്നത്. ചക്കയും മാങ്ങയും നിറഞ്ഞ വേനൽ അവധിക്കാലത്തെത്തുന്ന ഈ പുതുവർഷാഘോഷത്തിന് കാർഷിക സംസ്കാരവുമായി അടുത്ത ബന്ധമുണ്ട്. വിഷുദിനത്തിൽ എല്ലാം മംഗളകരമായി തീരാനാണ് കണി കാണുന്ന ശീലം തുടങ്ങിയത്. രാവിലെ കണി കണ്ടു കഴിഞ്ഞാലുടൻ കൈനീട്ടം നൽകുന്ന പതിവുമുണ്ട്. മധുരം, കയ്പ് എന്നിങ്ങനെ എല്ലാ രുചികളും ചേർന്ന സദ്യയാണ് വിഷുവിന് ഒരുക്കുന്നത്. ന്യൂസ് ഡെസ്ക് ഗ്രാമിക. അരുൺ എ എന്ന പടക്കക്കടയിൽ നിന്ന് 99 രൂപയ്ക്ക് 3 പാക്കറ്റ് പൂക്കുറ്റിയും 80 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. മനു ബി എന്ന പടക്കക്കടയിൽ നിന്ന് 64 രൂപയ്ക്ക് 2 പാക്കറ്റ് പൂക്കുറ്റിയും 88 രൂപയ്ക്ക് 4 പാക്കറ്റ് പടക്കവും വാങ്ങി. ഏത് കടയിൽ നിന്നാണ് ലാഭത്തിന് പടക്കം കിട്ടിയത് എന്ന് പറയാമോ? കണാരി. അതേ മാഷെ, കണാരിൽ നിന്ന്. മാഷ് കണാരിൽ നിന്ന് പടക്കം വാങ്ങി നോക്കി, അപ്പൊ മനസ്സിലാകും. വൈവിധ്യമാർന്ന ശിവകാശി പടക്കങ്ങളുടെ മഹനീയ ശേഖരം, വിലക്കുറവിന്റെ പര്യായം. കണാരി ഫയർവർക്സ്, കണ്ണൂർ റോഡ്, കൂത്തുപറമ്പ്. ശ്രീ മഹാലക്ഷ്മി ഫയർവർക്സ്, പഴയ നിരത്ത്, കൂത്തുപറമ്പ്.